പരസ്പരം സ്നേഹം ഉണ്ടായിട്ടും പിരിഞ്ഞു പോകുന്ന ചിലരെങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇതിനർത്ഥം ഇവർക്കിടയിൽ സ്നേഹമില്ല എന്നുള്ളതല്ല, പക്ഷേ മറ്റു പല കാരണങ്ങളാണ് അവരുടെ റിലേഷൻഷിപ്പ് ഫെയിലാക്കി കളഞ്ഞത്. സോ സ്നേഹം മാത്രം ഉണ്ടായാലും ചില കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി പോവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, സംസാരം കുറഞ്ഞാല് അല്ലെങ്കിൽ സംസാരം ഇല്ലാതായാല് റിലേഷൻഷിപ്പ് തകരും. ഈ റിലേഷൻഷിപ്പ് ഇല്ലാതാകുന്നത് പല റീസൺ കൊണ്ടാണ് കേട്ടോ. എന്നാലും നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ഒരു നല്ല വാക്ക് പോലും പറയാതെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അവർ പതുക്കെ പതുക്കെ സൈലന്റ് ആയി മാറും, അതായത് സംസാരം ഇല്ലാതെയാവും. ഇനി അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കില്ല, എല്ലാം ജഡ്ജ്മെന്റൽ ആയിട്ടാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ പറയുന്ന സമയത്ത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കില്ല, പറഞ്ഞു തീർക്കുന്നത് വരെ ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളത് പോലും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും അവർ പതിയെ പതിയെ സൈലന്റ് ആയി മാറും. സോ ഇങ്ങനെ പല റീസൺ കൊണ്ട് സംസാരം കുറയും അല്ലെങ്കിൽ സംസാരം ഇല്ലാതെയാവും. ഇതാണ് ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ആക്കുന്നതിന്റെ, സ്നേഹം ഉണ്ടായിട്ടും അത് ഫെയിലർ ആയി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ വെച്ച് പാർട്ട്ണറെ ഇൻസൾട്ട് ചെയ്യുക. ഇത് ഒന്നോ രണ്ടോ തവണയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരുപാട് തവണ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അവരുടെ മുമ്പിൽ വെച്ച് പാർട്ട്ണറെ ഇൻസൾട്ട് ചെയ്യുക, എന്നിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാൻ തമാശയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ മാത്രമാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നുള്ളത്, പ്രവൃത്തിയിൽ ഒട്ടും അത് കാണുന്നില്ല, അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇങ്ങനെ റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയാലും റിലേഷൻഷിപ്പ് ഫെയിൽ ആകും. തേർഡ് റീസൺ, ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഗോൾസ് അല്ലെങ്കിൽ ലൈഫ് വാല്യൂസ്. ഇത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിലൊരു വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഒരു വ്യക്തിക്ക് കല്യാണമേ വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതിയാണെന്ന് വിചാരിക്കുക. ഈ ഒരു വ്യക്തിക്ക് ഫാമിലിയോടൊപ്പം നാട്ടിൽ നിൽക്കാനാണ് ആഗ്രഹം, മറ്റൊരു വ്യക്തിക്ക് എബ്രോഡ് പോയി ഒറ്റയ്ക്ക് സെറ്റിൽഡ് ആവാനാണ് ആഗ്രഹം. ഇങ്ങനെയാവുന്ന സമയത്ത് രണ്ടുപേരുടെയും ഗോൾസ് വാല്യൂസ് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇവർക്കിടയിൽ സ്നേഹമുണ്ട്, പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടുഗെദർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവർക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയ രീതിയിൽ ലൈഫ് ഗോൾസ് ലൈഫ് വാല്യൂസ് വന്നു കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് ഫെയിലായി പോകാറുണ്ട്. നെക്സ്റ്റ് വൺ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ട്രസ്റ്റ് ബ്രേക്ക് ആയി അത് റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാൻ സാധിക്കില്ല.